നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഫിസിക്സിൻ്റെ ഫസ്റ്റ് മോഡ്യൂളായ ഒപ്റ്റിക്സിനകത്ത് അപ്ലൈഡ് ഒപ്റ്റിക്സിനകത്ത് ലേസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. ലേസർ എന്ന് വെച്ചാൽ എന്താ? ലേസർ മീൻസ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ്. നമ്മൾ ലേസറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ ലേസർ എന്ന് വെച്ചാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ് ഫുൾ ഫോം. ലേസറിൻ്റെ ഓസിലേഷൻ ആദ്യമായിട്ട് തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ തന്നത് എൽ ഷാലോയും CH ടൗൺസുമാണ്. 1958 ലേസർ ഓസിലേഷനെ പറ്റി ആദ്യമായ ഒരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ തന്നത്. 1960 തിയോഡർ മീമാൻ ഫസ്റ്റ് ലേസർ, അതായത് അതൊരു റൂബി ലേസർ ആയിരുന്നു, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് തിയോഡർ മീമൻ ആണ്. സോ ലേസർ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് TH മീമൻ ആണ്. 1960 ലേസർ കണ്ടുപിടിച്ചത്. ഫസ്റ്റ് കണ്ടുപിടിച്ച ലേസർ ഏതാണ്? റൂബി ലേസർ ആണ്. സോ 1960 തിയോഡർ മീമാൻ ആണ് ഫസ്റ്റ് ലേസർ, റൂബി ലേസർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. നമുക്ക് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ലേസർ ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ലേസറിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഡയറക്ഷനാലിറ്റി ആണ്. എന്താ ഡയറക്ഷനാലിറ്റി ഉദ്ദേശിക്കുന്നത്? ലേസർ ബീം എന്ന് പറയുന്നത് ഹൈലി ഡയറക്ഷണലാണ്. ഹൈലി ഡയറക്ഷണൽ മീൻസ് അത് സ്പ്രെഡ് ചെയ്ത് പോകത്തില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ബീം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് ബീം പാരലലായിട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്ന ഡിസ്റ്റൻസ് d²/λ ആണ്. നമ്മളൊരു ലൈറ്റ് ബീം കൺസിഡർ ചെയ്താൽ അതിന് പാരലലായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? d²/λ ആണ്. ഡി എന്താണ്? ലൈറ്റ് പാസ് ചെയ്യുന്ന അപ്പേർച്ചറിൻ്റെ ഡയമീറ്റർ ആണ് ഡി. ലാംഡ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ്. സോ ലാംഡ വേവ് ലെങ്ത് ഉള്ള ഡി ഡയമീറ്റർ ഉള്ള അപ്പേർച്ചറിൽ കൂടെ കടന്നു വരുന്ന ഒരു ലൈറ്റിന്, ലാംഡ വേവ് ലെങ്ത് ഉള്ള ഡി ഡയമീറ്റർ ഉള്ള അപ്പേർച്ചറിൽ കൂടെ കടന്നു വരുന്ന ഒരു ലൈറ്റിന് എന്തുമാത്രം ദൂരം പാരലലായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും? അതിന് d²/λ ഡിസ്റ്റൻസ് പാരലലായിട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കും. ഈ ഡിസ്റ്റൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ സ്പ്രെഡ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ ഓർഡിനറി ലൈറ്റ് 1 മീറ്ററിന് ആംഗുലാർ സ്പ്രെഡ് 1 മീറ്റർ തന്നെ വരും. ഓർഡിനറി ലൈറ്റിന് 1 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആംഗുലാർ സ്പ്രെഡും 1 മീറ്റർ തന്നെ വരും. എന്നാൽ നമ്മൾ ലേസർ കൺസിഡർ ചെയ്താൽ 1 മീറ്റർ ട്രാവൽ ചെയ്യുമ്പം ആംഗുലാർ സ്പ്രെഡ് എത്ര മാത്രമേ ഉള്ളൂ? 1 മില്ലിമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പം ലേസറും ഓർഡിനറി ലൈറ്റുമായിട്ടുള്ള വ്യത്യാസം പറയുന്നത്, ഓർഡിനറി ലൈറ്റിന് 1 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ ആംഗുലാർ സ്പ്രെഡും എത്ര വരും? 1 മീറ്റർ തന്നെ വരും. പക്ഷേ നിങ്ങൾ ലേസർ എടുത്താൽ 1 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ ആംഗുലാർ സ്പ്രെഡ് എത്രയേ വരുന്നുള്ളൂ? 1 മില്ലിമീറ്ററേ വരുന്നുള്ളൂ. അതായത് ലേസർ സ്പ്രെഡായി പോകത്തില്ല. ലേസർ ഹൈലി ഡയറക്ഷണൽ ആണ്. ലേസറിൻ്റെ അടുത്ത പ്രോപ്പർട്ടിയാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ലേസറിന് ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണ്. ദെൻ തേർഡ് പ്രോപ്പർട്ടിയാണ് മോണോക്രോമാറ്റിസിറ്റി. എന്താ മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ? മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഫ്രീക്വൻസി മാത്രമേ കാണത്തുള്ളൂ. മോണോക്രോമാറ്റിക് എന്താണ്? ഒരു സിംഗിൾ ഫ്രീക്വൻസി മാത്രമേ കാണത്തുള്ളൂ. അതായത് ലേസർ ബീമിൻ്റെ ബാൻഡ് വിഡ്ത്ത് വളരെ കുറവായിരിക്കും. ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ലേസർ ബീം ഈസ് നാരോ. ലേസറിൻ്റെ ബാൻഡ് വിഡ്ത്ത് വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് കൊഹറൻസ് എന്ന് പറയുന്നത്. ലേസർ ബീമിന് ഡിഗ്രി ഓഫ് കൊഹറൻസ് വളരെ കൂടുതലാണ്. ഫോർ ലേസർ ബീം ഡിഗ്രി ഓഫ് കൊഹറൻസ് ഈസ് വെരി ഹൈ. കൊഹറൻസ് കാരണം ബീമിന് ഹൈ പവർ ആയിരിക്കും ഉള്ളത്. സോ ലേസറിൻ്റെ 4 പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഡയറക്ഷനാലിറ്റി വളരെ കൂടുതലാണ്. ലേസർ ബീം ഹൈലി ഡയറക്ഷണലാണ്. രണ്ടാമത്തെ ആണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ലേസർ ബീം ഇൻറ്റൻസിറ്റി വെരി ഹൈ ആണ്. മോണോക്രോമാറ്റിസിറ്റി അടുത്ത പ്രോപ്പർട്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഫ്രീക്വൻസി ആയിരിക്കും. അബ്സല്യൂട്ട് മോണോക്രോമാറ്റിസിറ്റി വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ലേസർ ബീമിന് ബാൻഡ് വിഡ്ത്ത് വളരെ നാരോ ആയിരിക്കും. ഫോർത്ത് പ്രോപ്പർട്ടിയാണ് കൊഹറൻസ് എന്ന് പറയുന്നത്. ലേസർ ബീം ഹൈലി കൊഹറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് ബീമിന് ഹൈ പവർ ആയിരിക്കും. നമ്മുടെ അടുത്ത ടോപ്പിക്ക് പ്രിൻസിപ്പിൾ ഓഫ് ലേസർ ആണ്. അപ്പം ലേസറിൻ്റെ വർക്കിങ്ങിനെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ നമ്മൾ എന്താ നോക്കുന്നത്? നമ്മൾ റേഡിയേഷനും മാറ്ററും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് നോക്കുന്നത്. ലേസറിൻ്റെ വർക്കിംഗ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി റേഡിയേഷനും മാറ്ററും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു ആറ്റം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ആറ്റത്തിന് 2 എനർജി ലെവൽ ഉണ്ടെന്ന് വിചാരിക്കുക. E1ഉം E2ഉം. നമ്മളൊരു ആറ്റം കൺസിഡർ ചെയ്യുന്നു. ആറ്റത്തിന് 2 എനർജി ലെവലുണ്ട്. ഏതൊക്കെയാണ്? E1ഉം E2ഉം. ഈ ആറ്റം നമ്മളൊരു റേഡിയേഷന് എക്സ്പോസ് ചെയ്യുവാണ്. ഇപ്പോൾ റേഡിയേഷൻ്റെ പ്രത്യേകത നോക്കണം. റേഡിയേഷനകത്ത് ഫോട്ടോൺ ഉണ്ട്. ഫോട്ടോണിൻ്റെ എനർജി hν ആണെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ ഈ ആറ്റത്തിനെ നമ്മളൊരു റേഡിയേഷന് എക്സ്പോസ് ചെയ്യും. അങ്ങനെ എക്സ്പോസ് ചെയ്യുമ്പം അവിടെ 3 പ്രോസസ്സാണ് നടക്കുന്നത്. ഏതൊക്കെയാണ് 3 പ്രോസസ്സ്? അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ, അതുപോലെ സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഇങ്ങനെ 3 പ്രോസസ്സാണ് നടക്കുന്നത്. സോ നമ്മളൊരു ആറ്റം എടുത്തു, ആറ്റത്തിന് 2 എനർജി ലെവൽ E1ഉം E2 ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് ഈ ആറ്റത്തിനെ നമ്മൾ ഒരു റേഡിയേഷന് എക്സ്പോസ് ചെയ്തു. റേഡിയേഷനകത്ത് ഫോട്ടോൺ ഉണ്ട്, ഫോട്ടോണിൻ്റെ എനർജി hν ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആറ്റം എന്താണ്? 3 പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഏതൊക്കെയാണ് 3 പ്രോസസ്സ്? അബ്സോർപ്ഷനുണ്ട്, സ്റ്റിമുലേറ്റഡ് എമിഷനുണ്ട്, സ്പോണ്ടേനിയസ് എമിഷനുണ്ട്. നമുക്ക് ഓരോന്നും എന്നാക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് അബ്സോർപ്ഷനാണ്. നമുക്കറിയാം 2 എനർജി സ്റ്റേറ്റാണ്, E1ഉം E2 ആണെന്ന് നമുക്കറിയാം. സോ ഗ്രൗണ്ട് സ്റ്റേറ്റ് E1-ലിരിക്കുന്ന ആറ്റം അല്ലെങ്കിൽ മോളിക്യൂള് ഫോട്ടോൺ അബ്സോർബ് ചെയ്യും. hν എനർജിയുള്ള ഫോട്ടോൺ അബ്സോർബ് ചെയ്ത് ഹൈ എനർജി സ്റ്റേറ്റ് E2-ലോട്ട് പോകും. ഇതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അബ്സോർപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ E1-ലിരിക്കുന്ന ആറ്റം അല്ലെങ്കിൽ മോളിക്യൂള് ഒരു ഫോട്ടോണിൻ്റെ എനർജി hν എനർജിയുള്ള ഫോട്ടോണിനെ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ ആറ്റം എക്സൈറ്റഡ് ആയിട്ട് ഹയർ എനർജി ലെവലിലോട്ട് പോകും. ഇതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ അപ്വേർഡ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് എനർജി ലെവൽ E1-ൽ നിന്ന് എക്സൈറ്റഡ് എനർജി ലെവൽ E2-ലോട്ടുള്ള ആറ്റം അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ ട്രാൻസിഷനാണ് അപ്വേർഡ് ട്രാൻസിഷൻ. ഈ അപ്വേർഡ് ട്രാൻസിഷൻ എന്തിനൊക്കെ പ്രൊപ്പോർഷണലാണെന്നാണ് നോക്കേണ്ടത്. അപ്പം അപ്വേർഡ് ട്രാൻസിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ വേണം. സോ അപ്വേർഡ് ട്രാൻസിഷൻ്റെ റേറ്റ് എന്തിനൊക്കെ പ്രൊപ്പോർഷണലായിരിക്കും എന്ന് ചോദിച്ചാൽ ഗ്രൗണ്ട് ലെവലിലുള്ള പോപ്പുലേഷൻ, ഗ്രൗണ്ട് ലെവലിൽ എത്ര ആറ്റമുണ്ട്, ഗ്രൗണ്ട് ലെവലിലുള്ള പോപ്പുലേഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിരിക്കും. അതുപോലെ തന്നെ വന്ന് ഹിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എനർജി ഡെൻസിറ്റിക്കും പ്രൊപ്പോർഷണലായിരിക്കും. സോ എന്തുമാത്രം അപ്വേർഡ് ട്രാൻസിഷൻ നടക്കുന്നു എന്നുള്ളത് എന്തിനൊക്കെ പ്രൊപ്പോർഷണലാണ്? ഗ്രൗണ്ട് ലെവലിലെ പോപ്പുലേഷനും പ്രൊപ്പോർഷണലാണ്. അതുപോലെ തന്നെ വന്ന് ഹിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എനർജി ഡെൻസിറ്റിക്കും പ്രൊപ്പോർഷണലാണ്. സോ R12 കാണിക്കുന്ന അപ്വേർഡ് ട്രാൻസിഷനെയാണ്. R12 പ്രൊപ്പോർഷണൽ ടു N1 എന്ന് നമുക്ക് പറയാം. പോപ്പുലേഷൻ ഇൻ ദ ഫസ്റ്റ് എനർജി ലെവൽ എന്ന് പറയാം. അതുപോലെ R12 ഈസ് പ്രൊപ്പോർഷണൽ ടു റോ വി എന്ന് പറയുന്നത് എനർജി ഡെൻസിറ്റി ഓഫ് ദി റേഡിയേഷനാണ്. അങ്ങനെയാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റിയാൽ നമുക്ക് എന്നാ പറയാം? R12 ഈക്വൽ ടു B12 റോ വി N1 എന്ന് പറയാം. എന്താ ഈ B12 എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് അബ്സോർപ്ഷൻ പെർ യൂണിറ്റ് ടൈമാണ്. B12 എന്ന് പറയുന്നത്. ഇനി ഈ ഹയർ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. ഈ അൺസ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് ആറ്റത്തിന് തിരിച്ച് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടത്തും. അപ്പം ഹയർ എനർജി സ്റ്റേറ്റ് അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആറ്റം എന്നാ ചെയ്യും? ലോവർ എനർജി ലെവലിലോട്ട് ട്രാൻസിഷൻ നടത്തും. അങ്ങനെ ട്രാൻസിഷൻ നടക്കുമ്പം എന്ത് എമിറ്റ് ചെയ്യും? ഫോട്ടോൺ എമിറ്റ് ചെയ്യും. അപ്പം ഈ ട്രാൻസിഷൻ അല്ലെങ്കിൽ ഈ എമിഷൻ ഒന്നെങ്കിൽ സ്പോണ്ടേനിയസ് എമിഷൻ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തത് സ്പോണ്ടേനിയസ് എമിഷൻ നോക്കാം. നമ്മുടെ അടുത്ത പ്രോസസ്സ് സ്പോണ്ടേനിയസ് എമിഷനാണ്. അപ്പം ഹൈ എനർജി സ്റ്റേറ്റ് E2-ലിരുന്ന ആറ്റം അല്ലെങ്കിൽ മോളിക്യൂള് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റ് E1-ലോട്ട് വരുക ചെയ്യുന്നത്. ഹൈ എനർജി സ്റ്റേറ്റ് E2-ലിരുന്ന ആറ്റം അല്ലെങ്കിൽ മോളിക്യൂള് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുമ്പം എക്സസ് എനർജി എമിറ്റ് ചെയ്യും. ഇതിനെയാണ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റേഡിയേഷന് ഇൻഡിപെൻഡൻ്റ് ആണ്. സ്പോണ്ടേനിയസ് എമിഷൻ എക്സ്റ്റേണൽ റേഡിയേഷന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി നമുക്ക് റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ നോക്കിക്കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് എമിഷൻ്റെ റേറ്റ് എന്തിന് പ്രൊപ്പോർഷണലാണ്? ഹൈ എനർജി ലെവലിൽ എന്തുമാത്രം ആറ്റം ഉണ്ട് അതിന് പ്രൊപ്പോർഷണലാണ്. അതായത് സ്പോണ്ടേനിയസ് എമിഷൻ്റെ റേറ്റ് പോപ്പുലേഷൻ ഓഫ് എനർജി ലെവൽ E2-ന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ സ്പോണ്ടേനിയസ് എമിഷൻ്റെ റേറ്റ് എന്തിന് പ്രൊപ്പോർഷണലാണ്? N2, അതായത് E2 എന്ന എനർജി ലെവലിൽ എന്തുമാത്രം ആറ്റം ഉണ്ടെന്നുള്ളതിന് പ്രൊപ്പോർഷണലാണ്. സോ എനിക്ക് എന്നാ എഴുതാം? R21 spontaneous is proportional to N2 എന്ന് എഴുതാം. R21 spontaneous is equal to A21 N2 എന്ന് എഴുതാം. എന്താ A21 എന്ന് പറയുന്നത് പ്രോബബിലിറ്റി പെർ യൂണിറ്റ് ടൈം ദാറ്റ് ദ ആറ്റം വിൽ സ്പോണ്ടേനിയസ്ലി ഫോൾ ഇൻ ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് സ്പോണ്ടേനിയസ് ട്രാൻസിഷൻ നടക്കാൻ ഉള്ള പ്രോബബിലിറ്റിയാണ് A21 എന്ന് പറയുന്നത്.
അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റിമുലേറ്റഡ് എമിഷനാണ്. സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റിമുലേറ്റഡ് എമിഷനകത്ത് E2 - E1 എന്ന് പറയുന്ന എനർജി ഉള്ള ഒരു ഫോട്ടോൺ, E2 - E1 എനർജി ഉള്ള ഒരു ഫോട്ടോൺ എന്ത് ചെയ്യും? ഹയർ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ആറ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഹയർ സ്റ്റേറ്റ് E2-ലിരിക്കുന്ന ഒരാറ്റം, അതിനെ ആര് സ്റ്റിമുലേറ്റ് ചെയ്യും? E2 - E1 എനർജി ഉള്ള ഒരു ഫോട്ടോൺ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ഈ ഹയർ സ്റ്റേറ്റിലിരുന്ന എക്സൈറ്റഡ് ആറ്റം ലോവർ സ്റ്റേറ്റിലേക്ക് ഒരു ട്രാൻസിഷൻ നടത്തും. ഈ ട്രാൻസിഷൻ്റെ കൂടെ ഒരു സെക്കൻഡ് ഫോട്ടോണും കൂടെ എമിറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. അപ്പം സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ റേറ്റ് എന്തിനൊക്കെ പ്രൊപ്പോർഷണലായിരിക്കും? ഹയർ എനർജി സ്റ്റേറ്റിലെ പോപ്പുലേഷന് പ്രൊപ്പോർഷണലായിരിക്കും. സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ റേറ്റ് ഹയർ എനർജി സ്റ്റേറ്റിലെ പോപ്പുലേഷന് പ്രൊപ്പോർഷണലായിരിക്കും. അതുപോലെ തന്നെ സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ റേറ്റ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എനർജി ഡെൻസിറ്റിക്കും പ്രൊപ്പോർഷണലായിരിക്കും. സോ സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ റേറ്റ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എനർജി ഡെൻസിറ്റിക്ക് പ്രൊപ്പോർഷണലായിരിക്കും. അതുപോലെ ഹയർ എനർജി സ്റ്റേറ്റിലെ പോപ്പുലേഷനും പ്രൊപ്പോർഷണലായിരിക്കും. സോ എനിക്ക് എന്നാ പറയാൻ പറ്റും? R21 സ്റ്റിമുലേറ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ρV N2 എന്ന് പറയാൻ പറ്റും. അപ്പം R21 സ്റ്റിമുലേറ്റഡ് ഈസ് ഈക്വൽ ടു B21 ρV NV എന്ന് പറയാം. എന്താ ഈ B21 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി പെർ യൂണിറ്റ് ടൈം ദാറ്റ് ആറ്റം അണ്ടർഗോ ട്രാൻസിഷൻ ഫ്രം ഹയർ എനർജി സ്റ്റേറ്റ് ടു ലോവർ എനർജി സ്റ്റേറ്റ് ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷൻ കാരണം ഒരു ആറ്റം ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരാനുള്ള പ്രോബബിലിറ്റിയാണ് B21 എന്ന് പറയുന്നത്. ഇനി സ്പോണ്ടേനിയസ് എമിഷനാണ് നടക്കുന്നതെങ്കിൽ ഇൻകൊഹറൻറ്റ് ലൈറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പോണ്ടേനിയസ് എമിഷനാണ് നടക്കുന്നതെങ്കിൽ ഇൻകൊഹറൻറ്റ് ലൈറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടന്നാൽ കൊഹറൻറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സോ നമുക്ക് പറയാൻ പറ്റും സ്പോണ്ടേനിയസ് എമിഷൻ ആണെങ്കിൽ ഇൻകൊഹറൻറ്റ് ലൈറ്റാണ് ഉണ്ടാവുന്നത്. സ്റ്റിമുലേറ്റഡ് എമിഷൻ നടന്നാൽ കൊഹറൻറ്റ് ലൈറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളൊരു ഓർഡിനറി കൺവെൻഷണൽ ലൈറ്റ് സോഴ്സ് എടുത്താൽ അവിടെ സ്പോണ്ടേനിയസ് എമിഷനാണ് ഡോമിനൻ്റ് ആയിട്ട് നടക്കുന്നത്. ലേസർ ആക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ പ്രിഡോമിനൻ്റ് ആവണം. അങ്ങനെ ലേസർ ആക്ഷൻ നടക്കാൻ വേണ്ടി സ്റ്റിമുലേറ്റഡ് എമിഷൻ പ്രിഡോമിനൻ്റ് ആവാൻ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്നൊരു കണ്ടീഷൻ വേണം. ഇനി നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ സിസ്റ്റം എന്തായിരുന്നു? E2 E1 എന്നിങ്ങനെ രണ്ട് എനർജി ലെവലുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ സിസ്റ്റത്തിൽ എനർജി ഡിഫറൻസ് E2 - E1 എനർജി ഉള്ള ഒരു ഫോട്ടോൺ ഇൻസിഡൻറ്റ് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ അബ്സോർപ്ഷനാണോ സ്റ്റിമുലേറ്റഡ് എമിഷനാണോ നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഐൻസ്റ്റീൻ പറഞ്ഞതനുസരിച്ച് രണ്ട് പ്രോസസ്സും ഈക്വലി പ്രോബബിൾ ആണ്. അതായത് അബ്സോർപ്ഷനും സ്റ്റിമുലേറ്റഡ് എമിഷനും ഈക്വലി പ്രോബബിൾ ആണ്. അപ്പോൾ നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ്, ഒരു ലാർജ് നമ്പർ ഓഫ് ആറ്റം ഉള്ള സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പം ഡോമിനൻ്റ് പ്രോസസ്സ് ഏതാണ്, അതായത് ഏതാ നടക്കാൻ പോകുന്നതെന്ന്, ഇപ്പം അബ്സോർപ്ഷനാണോ സ്റ്റിമുലേറ്റഡ് എമിഷനാണോ നടക്കാൻ പോകുന്നതെന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അപ്പർ ആൻഡ് ലോവർ സ്റ്റേറ്റിൽ എന്തുമാത്രം ആറ്റം ഉണ്ടെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സപ്പോസ് അപ്പർ ലെവലിൽ കൂടുതൽ ആറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പർ ലെവൽ അതായത് ഹയർ എനർജി സ്റ്റേറ്റിൽ ലാർജ് നമ്പർ ഓഫ് ആറ്റം ഉണ്ടെങ്കിൽ അവിടെ ഏത് പ്രോസസ്സ് നടക്കും? അവിടെ സ്റ്റിമുലേറ്റഡ് എമിഷനാണ് ഡോമിനേറ്റ് ചെയ്യുക. ഈ ഹൈ എനർജി സ്റ്റേറ്റിൽ ലാർജ് നമ്പർ ഓഫ് ആറ്റം ഉണ്ടെങ്കിൽ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആയിരിക്കും. നേരെ തിരിച്ച് ലോവർ ലെവലിലാണ് ആറ്റം കൂടുതലെങ്കിൽ, അതായത് ഗ്രൗണ്ട് ലെവലിലാണ് ആറ്റം കൂടുതലെങ്കിൽ അവിടെ അബ്സോർപ്ഷൻ ആയിരിക്കും കൂടുതൽ നടക്കുക. സോ നമ്മൾ പറഞ്ഞത് ഹയർ എനർജി സ്റ്റേറ്റിൽ ആറ്റം കൂടുതലുണ്ടെങ്കിൽ അവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ ആയിരിക്കും ഡോമിനൻ്റ്. എന്നാൽ ലോവർ എനർജി സ്റ്റേറ്റിൽ അതായത് ഗ്രൗണ്ട് ലെവലിലാണ് ആറ്റം കൂടുതലെങ്കിൽ അവിടെ ഡോമിനൻ്റ് ഏതായിരിക്കും? അബ്സോർപ്ഷൻ ആയിരിക്കും ഡോമിനൻ്റ്. അപ്പോൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി എന്നാ ചെയ്യണം? സ്റ്റിമുലേറ്റഡ് എമിഷൻ ഡോമിനേറ്റ് ചെയ്യാൻ അപ്പർ ലെവലിലെ പോപ്പുലേഷൻ കൂടണം, അല്ലെങ്കിൽ ഹയർ എനർജി സ്റ്റേറ്റിലെ പോപ്പുലേഷൻ കൂടണം. ഇങ്ങനെ ഹയർ എനർജി സ്റ്റേറ്റിലെ പോപ്പുലേഷൻ ലോവർ എനർജി സ്റ്റേറ്റിലെ പോപ്പുലേഷനേക്കാൾ കൂട്ടുന്നതിനെയാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ പോപ്പുലേഷൻ ഇൻവേർഷൻ? ഹയർ എനർജി സ്റ്റേറ്റിലെ പോപ്പുലേഷൻ ലോവർ എനർജി സ്റ്റേറ്റിലെ പോപ്പുലേഷനേക്കാൾ കൂടുതലാവുന്നതിനെയാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇനി പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റൂം ടെമ്പറേച്ചറിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാനുള്ള മെത്തേഡ്സ്. പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാനുള്ള മെത്തേഡ്സിൽ ആദ്യത്തെയാണ് ഒപ്റ്റിക്കൽ പമ്പിംഗ് എന്ന് പറയുന്നത്.
ഒപ്റ്റിക്കൽ പമ്പിങ്ങിനകത്ത് നമ്മളൊരു എക്സ്റ്റേണൽ ഒപ്റ്റിക്കൽ സോഴ്സ് യൂസ് ചെയ്യും. എക്സാമ്പിൾ പറഞ്ഞാൽ സെനോൺ ഫ്ലാഷ് ലാമ്പ് പോലെയുള്ള ഒരു എക്സ്റ്റേണൽ ഒപ്റ്റിക്കൽ സോഴ്സ് യൂസ് ചെയ്യും. എന്തിനാണ്? ഹയർ എനർജി ലെവലിൽ ഹൈ പോപ്പുലേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ സെനോൺ ഫ്ലാഷ് ലാമ്പ് പോലെയുള്ള ഒരു എക്സ്റ്റേണൽ ഒപ്റ്റിക്കൽ സോഴ്സ് യൂസ് ചെയ്യും. അപ്പം ഇത് എങ്ങനത്തെ ലേസറിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്? സോളിഡ് സ്റ്റേറ്റ് ലേസറായ റൂബി ലേസറിനകത്താണ് ഈ ഒപ്റ്റിക്കൽ പമ്പിങ് യൂസ് ചെയ്യുന്നത്. സോളിഡ് സ്റ്റേറ്റ് ലേസറുകളിലാണ് ഒപ്റ്റിക്കൽ പമ്പിങ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് മെത്തേഡാണ് ഡയറക്റ്റ് ഇലക്ട്രോൺ എക്സൈറ്റേഷൻ. പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഗേഷ്യസ് ഡിസ്ചാർജിൽ ഡയറക്റ്റ് ഇലക്ട്രോൺ എക്സൈറ്റേഷൻ നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ ഇലക്ട്രോൺസ് ആക്റ്റീവ് ആറ്റംസിനെ ഡയറക്റ്റായിട്ട് എക്സൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഗേഷ്യസ് ലേസറായ ആർഗോൺ ലേസറിലൊക്കെയാണ് ഡയറക്റ്റ് ഇലക്ട്രോൺ എക്സൈറ്റേഷൻ യൂസ് ചെയ്യുന്നത്. ഗേഷ്യസ് ലേസറായ ആർഗോൺ ലേസറിലൊക്കെയാണ് ഡയറക്റ്റ് ഇലക്ട്രോൺ എക്സൈറ്റേഷൻ യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ മെത്തേഡാണ് ഇൻഇലാസ്റ്റിക് ആറ്റം കൊളീഷൻ എന്ന് പറയുന്നത്. ഇൻഇലാസ്റ്റിക് ആറ്റം കൊളീഷൻസ് എങ്ങനെയാണ്? കൊളീഷൻ ആൻഡ് എക്സൈറ്റേഷൻ നടക്കാനായിട്ട് ഇലക്ട്രിക് ഡിസ്ചാർജ് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ 2 ടൈപ്പ് ഗ്യാസിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഹീലിയം നിയോൺ ലേസർ ഒരു എക്സാമ്പിളാണ്. 2 ടൈപ്പ് ഗ്യാസിൻ്റെ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യും. ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ രണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്നായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ അവരുടെ എക്സൈറ്റഡ് സ്റ്റേറ്റ് കോയിൻസൈഡ് ചെയ്യും, എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ എനർജി കോയിൻസൈഡ് ചെയ്യും, അല്ലെങ്കിൽ നിയർലി കോയിൻസൈഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും ഇവരുടെ എക്സൈറ്റഡ് എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇലക്ട്രിക് ഡിസ്ചാർജ് കാരണം അതിൽ ഏതെങ്കിലും ഒരു ഗ്യാസ്, അപ്പം സപ്പോസ് എയും ബിയും ആണ് 2 ഗ്യാസ് എന്ന് വിചാരിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് കാരണം എ എക്സൈറ്റഡ് ആവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് കാരണം എ എക്സൈറ്റഡ് ആവും. എന്നിട്ട് എ എങ്ങോട്ട് പോകും? ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് പോകും. അപ്പം എക്സൈറ്റഡ് ആറ്റം എയുടെ ആറ്റംസ് ബിയിൽ കൊളൈഡ് ചെയ്യും, ബിയുടെ ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്യും. അങ്ങനെ ബിയും എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്കാവും. ഇപ്പോൾ രണ്ട് ഗ്യാസാണ് അവിടെ എടുക്കുന്നത്, എയും ബിയും. ഇതിൽ എ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡിസ്ചാർജ് കാരണം എക്സൈറ്റഡ് ആക്കും. എന്നിട്ട് ഈ എയുടെ ആറ്റംസ് ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലാവും. ഇപ്പോൾ എയുടെ ആറ്റം ഹൈ എനർജി സ്റ്റേറ്റ് നിൽക്കുമ്പം അവർ ബിയുടെ ആറ്റവുമായിട്ട് കൊളൈഡ് ചെയ്തിട്ട് ബിയും ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലാവും. അങ്ങനെയാണ് ഈ പറഞ്ഞ ഇൻഇലാസ്റ്റിക് ആറ്റം കൊളീഷൻസ് എന്ന് പറയുന്ന മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് ഹീലിയം നിയോൺ ലേസർ എന്ന് പറയുന്നത്. 4ാമത്തെ മെത്തേഡാണ് കെമിക്കൽ റിയാക്ഷനകത്ത് മോളിക്യൂൾസ് കെമിക്കൽ ചേഞ്ചസ് നടന്ന് കഴിയുമ്പം എന്ത് പറ്റും? ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂള് എക്സൈറ്റഡ് സ്റ്റേറ്റിലാവും. ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്ന് കഴിയുമ്പം ആറ്റം അല്ലെങ്കിൽ മോളിക്യൂള് എക്സൈറ്റഡ് സ്റ്റേറ്റിലാവും. സോ അങ്ങനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലായാലും അവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കും. ഇപ്പോൾ എക്സാമ്പിളാണ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് കെമിക്കൽ ലേസർ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് കെമിക്കൽ ലേസർ ഇതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാനുള്ള 4 മെത്തേഡ്സാണ് ഒപ്റ്റിക്കൽ പമ്പിങ്, ഡയറക്റ്റ് ഇലക്ട്രോൺ എക്സൈറ്റേഷൻ, ഇൻഇലാസ്റ്റിക് ആറ്റം കൊളീഷൻ, അതുപോലെ കെമിക്കൽ റിയാക്ഷൻസ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ലേസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ നമ്മൾ ഇന്നിപ്പം പ്രിൻസിപ്പിൾസ് ഓഫ് ലേസറും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പോപ്പുലേഷൻ ഇൻവേർഷൻ്റെ മെത്തേഡ്സുമാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടൈപ്സ് ഓഫ് ലേസേഴ്സും ആപ്ലിക്കേഷൻസ് ഓഫ് ലേസറും കൂടി പഠിക്കാം. താങ്ക് യു.